വക്കീൽ ഇപ്രാവശ്യം പറ്റുമെങ്കിലും ഒന്ന് കാനത്തൂർ ഒന്ന് മത്സരിക്കും. എല്ലാ വർഷവും വേറെ വേറെ ഡിവിഷനിൽ പോയി മത്സരിക്കുന്നുണ്ടല്ലോ. അതായത് കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റുകളല്ലാണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു സിറ്റിംഗ് സീറ്റിൽ വന്ന് മത്സരിക്കാൻ തരുവാണെങ്കിൽ ഇടച്ചൊവ്വ അങ്ങോട്ട് മത്സരിച്ച് നോക്കുന്നില്ല വക്കീൽ. കണ്ണൂർ കോർപ്പറേഷൻ കൗൺസിലർ ചിത്തിര ശശിധരന്റെ ഈ വെല്ലുവിളിക്ക് പിന്നിൽ ഒരു കാരണമുണ്ട്. കൗൺസിലർ ചെയ്യണം. നമ്മൾ കൗൺസിലർ ഒരു ഡിവിഷനിൽ എന്തിനാ കൗൺസിലർ അവരവരെ ബന്ധപ്പെട്ട വർക്കുകൾ നടത്താൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു റെസിഡൻസ് അസോസിയേഷൻ്റെ ഉദ്ഘാടനവുമായി വന്നപ്പോൾ വ്യാപാര ഭവനിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അന്ന് ഇവിടുത്തെ ആളുകൾ മുഴുവൻ പറഞ്ഞിരിക്കുന്നത്, ഒരുപാട് ആളുകൾ വന്ന് പരാതി പറഞ്ഞു, കൗൺസിലറെ വിളിച്ചാൽ ഫോൺ എടുക്കുന്നില്ല, ഈ ദുരിതം നമ്മൾ ആരോട് പറയണം, എങ്ങനെ പറയണം. ഇവിടെ നേരിട്ട് വന്നപ്പോൾ എന്നോട് പറഞ്ഞ ആളുകളാണ്, വിളിച്ചാൽ ഫോൺ എടുക്കുന്നില്ല, നാട്ടിൽ ഉണ്ടാവാറില്ല, ഇതാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ ഇന്ദിരയുടെ ഈ പ്രസ്താവനയാണ് കൗൺസിലറെ പ്രകോപിപ്പിച്ചത്. പ്രശ്നങ്ങൾക്ക് കാരണം പാറക്കണ്ടി മുതൽ മഞ്ചപ്പാലം വരെയുള്ള റോഡാണ്. 3 വർഷമായി ഈ റോഡ് തകർന്നിട്ട്. 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോർപ്പറേഷൻ ടാറിങ്ങിന് 10 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. അത് പോരാതെ വരുമെന്ന് തോന്നിയപ്പോൾ സർക്കാരിന്റെ LRRP പദ്ധതി പ്രകാരമുള്ള ഫണ്ടിന് കൗൺസിലർ അപേക്ഷിച്ചു. കണ്ണൂർ MLA ആയ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയുടെ ഇടപെടലിൽ 25 ലക്ഷം രൂപ അനുവദിച്ചു. ജനുവരിയിൽ തുക പാസ്സായെങ്കിലും റീടാറിംഗ് തുടങ്ങിയത് മെയ് അവസാന വാരം. ടാറിംഗ് വൈകാൻ കാരണം ഫണ്ട് അനുവദിച്ചപ്പോൾ ഉണ്ടായ ആശയവിനിമയ പ്രശ്നമായിരുന്നെന്നാണ് മേയറും ഡെപ്യൂട്ടി മേയറും ആരോപിച്ചത്. അതേസമയം മേയറും ഡെപ്യൂട്ടി മേയറും വസ്തുത മറച്ചുവെച്ച് സംസാരിക്കുകയാണെന്ന് കൗൺസിലർ ചിത്തിര ആരോപിച്ചു. പൊളിഞ്ഞ റോഡല്ല, ഈ റോഡിൻ്റെ ഈ ഒരു ഭാഗത്തൊക്കെ റീടാറിങ് ഞാൻ വന്നതിന് ശേഷം നടന്നിട്ടുണ്ട്. ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് വന്നപ്പോഴാണ് പിന്നെ ഈ ഒരു അവസ്ഥയിലേക്ക് ആയത്. ഇപ്പം പാറക്കണ്ടി സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിന് പൈപ്പ് ലൈൻ ഇട്ടതിന് കാരണമാണ് ഈ റോഡ് ഇങ്ങനെ ആയത്. അപ്പോൾ അതിൻ്റെ കൂടെ വെച്ച് ചെയ്യുമെന്ന് പറഞ്ഞു, അതിന് വലിയൊരു ഫണ്ട് വെച്ചു. അത് ചെയ്യാത്തതിനാലാണ് വിജിലൻസിൽ ഞാൻ എൻ്റെ വേറൊരു പരാതിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെയാണ് അവസ്ഥ. അതായത് നമ്മൾ ഇതിനു വേണ്ടി നമ്മൾ എത്രത്തോളം പ്രയത്നിക്കണം, ഇവർ നമ്മളെ താറടിച്ച് കാണിക്കാൻ എന്ത് നുണയും മീഡിയയിൽ പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എഗ്രി ചെയ്യാൻ പറ്റുന്ന കാര്യം. ഇറിറ്റേഷൻ അവർക്ക് സ്റ്റാർട്ടിങ് മുതലേ ഉണ്ട്. ചില ഫണ്ട് തരേണ്ടതാണെങ്കിലും ഏതൊരു സഭയിലും എങ്ങനെ അവളെ മോശക്കാരിയാക്കി കാണിക്കാം, കുറ്റക്കാരിയായി കാണിക്കാമെന്ന് ചിന്തിച്ചുകൊണ്ട് തന്നെ ഇവർ വരുന്നത്. ഈ ലോക്കൽ റോഡ് റീസ്റ്റോറേഷൻ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞിട്ട് കേരള സർക്കാർ ഇപ്രാവശ്യം 1000 കോടി അനുവദിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഫണ്ടില്ല, ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞ കാരണമാണ് അത്. ആ ഒരു ഫണ്ടാണ് ഇപ്പോൾ MLA എന്നുള്ള രീതിയിൽ നമുക്ക് കടന്നപ്പള്ളി സാറ് നമുക്ക് വാങ്ങി തന്നിട്ടുള്ളത്, ഈ 25 ലക്ഷം. ആ ഫണ്ട് കിട്ടിയതും ഞാൻ എഞ്ചിനീയറിംഗിലെ AXനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. നമുക്ക് 25 ലക്ഷം കടന്നപ്പള്ളി സാറ് തന്നിട്ടുണ്ട്. അപ്പോൾ 25ഉം കോർപ്പറേഷൻ്റെ ഫണ്ടും കൂടെ വെച്ച് നന്നായിട്ട് ഈ റോഡ് ചെയ്തുകൂടെ, പകുതിയായിട്ട്. പക്ഷേ ഒരേ റോഡിൽ ഒരേ സ്ഥലത്തല്ല, ഒരു മീറ്റർ വരെ MLA വർക്കും അതിനുശേഷം കോർപ്പറേഷൻ വർക്കും എന്നുള്ള രീതി കാണിച്ചുകൂടെ. അതൊന്നും പറ്റില്ല. അന്ന് ഇംപ്ലിമെൻറ്റിംഗ് ഓഫീസറല്ലേ ഈ എന്താ പറയുക AX എന്നൊക്കെ പറയുന്നത്. ഇങ്ങനെയാണ് റെസ്പോൺസ് തന്നത്. ജാനുവരിയിൽ വന്ന LRRP വർക്ക് വേറെ ഏതെല്ലാം ഡിവിഷനിൽ പ്രൊജക്റ്റ് എഗ്രിമെൻറ്റ് വെച്ച് കഴിഞ്ഞു എന്ന് അന്വേഷിച്ചാൽ മതി. പക്ഷേ കൗൺസിലർ ഞാൻ നിരന്തരം ആരും എടുക്കുന്നില്ല. അത് റീടെൻഡറിലേക്ക് പോയത് എന്തുകൊണ്ടാണെന്നറിയാം. ഇത്രയും 25 ലക്ഷം തന്നിട്ടും 21 ചില്ലറക്കാണ് അവർ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയത്. അതായത് ആരും ഇത് എടുക്കരുത്, ആരും ഈ പണി ചെയ്യരുത്. ഇവർ ഇത്രയും കാലം എന്താ വെച്ചാൽ നല്ല രസമായിരുന്നു. കൗൺസിലർ കുറ്റം ഇവർ നാട്ടുകാർ പോയാലും ആരെങ്കിലും പോയി കഴിഞ്ഞാൽ പറയും, ആ കൗൺസിലർ എഴുതി തരാഞ്ഞിട്ടാ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കൗൺസിലിൽ തന്നെ ഞാനൊരു പ്രാവശ്യം മുന്നേ പറഞ്ഞു, കൗൺസിലർ എഴുതി തന്നില്ല നിങ്ങൾ എങ്ങനെ പറയും, ബഡ്ജറ്റിൽ അടിച്ചു വന്ന സാധനം കൗൺസിലർ എഴുതി തന്നില്ല നിങ്ങൾ എങ്ങനെ പറയും എന്ന് പറഞ്ഞ് മേയറോട് ഞാൻ കൗൺസിലിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അവസ്ഥ. അതായത് ജനങ്ങളെ മുന്നിൽ എങ്ങനെയെങ്കിലും വെടക്കാക്കി തനിക്കാക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം ഇപ്പോൾ കോർപ്പറേഷനുള്ളൂ. ഇപ്പോൾ ഇലക്ഷൻ അടുത്ത് കഴിഞ്ഞപ്പോൾ പ്രാന്തായി എന്ന് എനിക്ക് തോന്നുന്നത്. വിഷയവുമായി ബന്ധപ്പെട്ട് തുറന്ന സംവാദത്തിന് തയ്യാറുണ്ടോ എന്നും ചിത്തിര വെല്ലുവിളിച്ചു. ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ, ഇന്ദിര വക്കീലും മേയറും, അതായത് ഡെപ്യൂട്ടി മേയറും തയ്യാറാണോ? നമ്മൾ സുഗന്യ ടീച്ചറേയും വെച്ച് നമുക്കൊരു ഡിബേറ്റ് നടത്താം, ഓപ്പൺ ഡിബേറ്റ്. നമ്മളെ കയ്യിൽ ഡോക്യുമെന്റ്സും കാര്യങ്ങളല്ലേ, ഡോക്യുമെന്റ്സ് വെച്ച് തന്നെ ചർച്ച ചെയ്യാം. ചിത്തിരക്കെതിരായ ആരോപണത്തിനെതിരെ ഇടതംഗം N സുകന്യയും രംഗത്തെത്തി. വ്യക്തിപരമായി കൗൺസിലറെ വേട്ടയാടുകയാണെന്ന് സുകന്യ ആരോപിച്ചു. വ്യക്തിപരമായി പോയി, അതൊട്ടും ഒരു അനുചിതമായി പോയി തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അത്തരത്തിൽ ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ അവരാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിത് നടപ്പാക്കാനാണ് ഇതിൽ ശ്രമിച്ചത്. ആ കാര്യങ്ങൾ ചിത്ര വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതിൽ സാങ്കേതികമായ പ്രശ്നം കൊണ്ടും നമ്മുടെ കോർപ്പറേഷൻ്റെ പിടിപ്പുകേട് കൊണ്ടുമാണ് ഇങ്ങനെ വൈകിയിട്ടുള്ളത്. അതിനപ്പുറമുള്ള ഒരു രാഷ്ട്രീയവും നമ്മളതിൽ പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഉള്ള ഏറ്റവും വലിയ പ്രശ്നം അവിടുത്തെ ഉദ്യോഗസ്ഥരെ ശരിയായ രൂപത്തിൽ അവരെ പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നേതൃത്വം നൽകാൻ, ആ നേതൃത്വം കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഭരണ നേതൃത്വത്തിനാണ്. അതിന് അവർ പൂർണ്ണ പരാജയമാണ്. അവരുടെ പരാജയത്തിൻ്റെ ഉത്തരവാദിത്വം ഉദ്യോഗസ്ഥരുടെ തലയിൽ മാത്രം കെട്ടിവെച്ചുകൊണ്ട് രക്ഷപ്പെടാനുള്ള ശ്രമമാണ് കഴിഞ്ഞ കുറച്ച് കൗൺസിലെല്ലാം അവർ കാണിച്ചത്.
വിവാദങ്ങൾക്കിടെ റോഡിന്റെ റീടാറിംഗ് പ്രവൃത്തി പുരോഗമിക്കുകയാണ്. പ്രൈം 21 കണ്ണൂർ.